തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ലാബിൽ പരിശോധനയ്ക്കായി എത്തിച്ച ശരീരഭാഗങ്ങൾ കാണാതായ സംഭവത്തിൽ ആക്രിക്കാരനെതിരെ കേസെടുക്കില്ല. ഇയാളെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയച്ചു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത്? സുജിത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. പോലീസ് ഉടൻ തന്നെ പരിശോധന നടത്തി ഈ ആക്രിക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ അട്ടിമറിയൊന്നും സംഭവിച്ചതല്ല. ഇയാൾ ആക്രി സാധനങ്ങളാണ് എന്ന് കരുതിയാണ് ഈ സാമ്പിളുകൾ നിറച്ചിരുന്ന പാട്ടയാണ് ഇയാൾ എടുത്തത്. അത് ശേഖരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. തുടർന്നാണ് ഈ പരിശോധനയ്ക്കായി ഈ സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടി ലാബ് അധികൃതർ എത്തിയപ്പോഴാണ്, ലാബിൽ നിന്നും ജീവനക്കാരെത്തിയപ്പോഴാണ് ഇത് കാണാതായത് എന്ന വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് ഇയാളുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷം പറഞ്ഞയക്കുകയായിരുന്നു. മറ്റൊന്ന്, ഇത് കേസെടുക്കുകയാണെങ്കിൽ ഈ ലാബിലേക്ക് കൊണ്ടുവന്ന ഈ സാമ്പിളുകൾ അത്രയും കോടതിയിലേക്ക് ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ പരിശോധനാ ഫലങ്ങൾ അടക്കം വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പോലീസ് മനസ്സിലാക്കിയത്. ഈ സാമ്പിളുകളൊക്കെ തന്നെ ആശുപത്രിയിൽ ലാബിലേക്ക് തിരികെ എത്തിച്ചിട്ടുമുണ്ട്. 4 തിയേറ്ററുകളിലായി നടന്ന ഓപ്പറേഷനുകളിൽ ശേഖരിച്ച 17 സാമ്പിളുകളാണ് എത്തിച്ചത്. ഈ സാമ്പിളുകളാണ് ഇന്ന് അലക്ഷ്യമായി ഒരു ലാബിലെ ഗ്രേഡ് 1 ജീവനക്കാരനായ അജയൻ എന്ന് പറയുന്ന ആൾ ഇത് ലാബിൽ എത്തിച്ചത്. അദ്ദേഹം അലക്ഷ്യമായി അവിടെ ഒരു സ്റ്റെയർ കേസിൽ ഇത് വെച്ചിട്ട് പോവുകയായിരുന്നു. എല്ലാ ദിവസവും സാധാരണ ഇത്തരം എത്തിക്കുന്ന സാമ്പിളുകൾ കൃത്യമായി ലാബിൽ ബോധ്യപ്പെടുത്തിയ ശേഷമാകും, അത് നൽകിയ ശേഷമാകും മടങ്ങാറുള്ളത്. എന്നാൽ ഇന്ന് ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇത് അവിടെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഇത് അലക്ഷ്യമായി ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ട് പോയതെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പതോളജി വിഭാഗം മേധാവി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ലാബിലേക്ക് തിരികെ ലഭിച്ചിരിക്കുന്ന ഈ സാമ്പിളുകൾക്കൊന്നും തന്നെ വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അത് തകരാറിലായിട്ടില്ല. ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇത് റിസൾട്ടിനെ ഒന്നും തന്നെ ബാധിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ കാര്യങ്ങളിൽ രോഗികൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.